ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഈ 2018 ഏറ്റവും സെൻസേഷണൽ ആയിട്ട് ലോഞ്ച് ചെയ്ത ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ റിയൽമി 2 പ്രോന്റെ റീറ്റെയിൽ യൂണിറ്റ് ഞാൻ ഈ ബിഗ് ബില്യൺ ഡേയ്സിൽ ഞാൻ വാങ്ങിച്ചു. സോ ഈ റീറ്റെയിൽ യൂണിറ്റിന്റെ അൺബോക്സിങ് അതേമാതിരി ഫസ്റ്റ് ലുക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ട് പരിചയപ്പെടുത്തുന്നത്. സോ നമസ്കാരം, എൻ്റെ പേര് സന്ദീപ്. സ്റ്റാർട്ട് ചെയ്യാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അതിനടുത്തുള്ള ബെൽ ഐക്കണിൽ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റീച്ച് ആവും. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ബോക്സ് പൊട്ടിക്കാം. ബോക്സ് ഇങ്ങനെ നല്ല പാക്കിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പുതിയ ടൈപ്പ് ബോക്സാണ്. സോ ഇവിടെയാണ് കട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ബബിൾ ബാഗിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ബോക്സ് വന്നിരിക്കുന്നത്. വെൽ പ്രൊട്ടക്ഷൻ, കുഴപ്പമില്ല, നല്ല പാക്കിംഗ്. സോ റിയൽമി 1 തന്നെ ചിലപ്പോൾ ചേഞ്ചസ് ആകെ 2 പ്രോ എന്ന് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. സോ നമ്മുടെ മോഡൽ നമുക്ക് കാണുകയാണെങ്കിൽ ബ്ലാക്ക് സീ മോഡലാണ്. സോ ഇത് വന്നിട്ട് 4GB റാം 64GB ഇൻറ്റേർണൽ സ്റ്റോറേജിന്. അതിൽ SAR വാല്യൂ നമുക്ക് തന്നിരിക്കുന്നത് 1.280 വെയ്റ്റ് പെർ kg ഹെഡിലും 0.831 വെയ്റ്റ് പെർ kg ബോഡിയിലും. സോ ഇതിൽ നമുക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ കാണാം. സോ ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് കവർ പൊട്ടിക്കാം. വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, അത് പെട്ടെന്ന് ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. റെഡി. സോ കത്തി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് റൈറ്റ്, നമുക്ക് ആ ബോക്സ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് കാണുന്ന റിയൽമി ബ്രാൻഡിങ് തന്നെയാണ്. സോ നമുക്കറിയാം അതിൽ യൂസർ ഗൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിനുള്ള ഇപ്പോൾ ഉള്ള എല്ലാ മൊബൈലും നമുക്ക് തരുന്ന മാതിരി ഇതിലും ട്രാൻസ്പെറൻറ്റ് കേസ് നമുക്ക് തരുന്നുണ്ട്. സോ ഒരു യൂസർ ഗൈഡും ഒരു വാറണ്ടി ഡീറ്റെയിൽസും ഓക്കെ, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ, കുഴപ്പമില്ല. നമുക്ക് വേറെ വാങ്ങേണ്ട ആവശ്യം വരില്ല, നന്നായി തന്നെ ഇത് ഉപയോഗിക്കാം. അടുത്ത് നമുക്ക് കാണുന്ന നമ്മുടെ ഫോൺ തന്നെയാണ്. സോ ഫോൺ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ഫോൺ നോക്കുന്നതിൻ്റെ പകരം നമുക്ക് ഫോൺ ഒന്ന് സൈഡിൽ വയ്ക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ട് നമുക്ക് നോക്കാം. സോ ഇത് വേറൊരു പേപ്പർ പീസാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്നത് ട്രാവൽ ചാർജർ റിയൽമിൻ്റെ പകരം ഓപ്പോ ബ്രാൻഡിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഇതിൽ വന്നിട്ട് ചാർജർ 5V 2 ആംപിയർ ആണ്. നോർമൽ ചാർജർ, നോ ഫാസ്റ്റ് ചാർജിങ്. സോ കേബിൾ, ഓക്കെ, കേബിൾ നമുക്ക് കുറച്ച് ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുള്ള കേബിൾ തന്നെയാണ് തന്നിരിക്കുന്നത്. വേറെ ബോക്സിൽ ഇയർഫോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സോ ഇതൊക്കെ ബാക്കി നമുക്ക് എല്ലാം കൂടി ഒന്ന് തിരിച്ച് പാക്ക് ചെയ്തിട്ട് അവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി നമ്മുടെ മൊബൈൽ നോക്കാം. ഓക്കെ, ഇതിലൊരു റാപ്പർ ഉണ്ട്, റാപ്പർ പിരിക്കാം. ഓക്കെ, വാവ്, നല്ല ഫീലിംഗ്. ഓക്കെ, ബാക്കിലൊരു കവറും കൂടിയിട്ട് അതും കൂടി പിരിച്ചേക്കാം. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഇതിൻ്റെ വെയിറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ നല്ല വെയിറ്റ് കുറച്ചാണ് അവർ തന്നിരിക്കുന്നത്. 174 ഗ്രാംസേ ഉള്ളൂ. സോ നമുക്ക് അതിൻ്റെ മോഡൽ കാണുകയാണെങ്കിൽ ഫിനിഷിങ് നന്നായിട്ടുണ്ട്. സോ ബാക്കി ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഹൈ എൻഡ് മോഡൽമാർ തന്നെ നല്ല മൊബൈലിൻ്റെ ഒരു ഫീച്ചർ. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് കാണാൻ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ, ലെഫ്റ്റ് സൈഡിലാണ് ഇതിൻ്റെ വോളിയം റോക്കേഴ്സ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സിം ഇജക്ടർ ഉണ്ടാവും. അപ്പോൾ സിം ഇജക്ടർ ടൂൾ എവിടെ കാണുന്നു? ഇവിടെയുണ്ട്. ഓക്കെ, സോ നമുക്ക് സിമ്മിൻ്റെ കോൺഫിഗറേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ വന്നിട്ട് ഡുവൽ സിമ്മാണ്, പ്ലസ് നമുക്ക് മൈക്രോ SD കാർഡും യൂസ് ചെയ്യാം. ഡുവൽ വോൾട്ടി നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റൈവലായ റെഡ്മി നോട്ട് 5 പ്രോയിൽ നമുക്ക് ഡുവൽ 4G നമുക്ക് അവൈലബിൾ അല്ല. ഇതിൽ ഡുവൽ 4G അവൈലബിൾ ആണ്. നമുക്ക് സമയം കളയേണ്ട, ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഫോൺ നമുക്ക് ബൂട്ട് ചെയ്യാം. ഇതാ നമുക്ക് കാണാം റിയൽമി ബ്രാൻഡിങ്, ആൻഡ്രോയിഡ്. ഓക്കെ, ഡിസ്പ്ലേ നന്നായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കിയൊക്കെ ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റും അതേമാതിരി ഫേസ് അൺലോക്കിങ്ങും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സോ ഞാൻ സെറ്റ് ചെയ്യാം. പാസ്വേഡ് വെരി സിമ്പിൾ, 1 2 3 4 5 6. ഓക്കെ, നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ,
ഇതായില്ലല്ലോ. ഓക്കെ, എൻ്റെ മുക്കും മൂലയൊന്നും വന്നിട്ടില്ല ഒന്നും. ഓക്കെ, ഒന്നും കൂടി ശരിയാക്കാം. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് ഒന്നും കൂടി രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സ്കാനിങ് ഡൺ. ഓക്കെ, ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, യെസ്. വളരെ ഫാസ്റ്റാണ്. സ്ക്രീൻ തന്നെ നോക്കുമ്പോൾ കാണാൻ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൺവീനിയൻറ്റ് ഫീച്ചർ മാത്രമേ ഉള്ളൂ. ഫിംഗർ പ്രിൻറ്റ് ഓക്കെ, ഫിംഗർ പ്രിൻറ്റും കുറച്ച് കുഴപ്പമില്ല, നല്ല അത്രയ്ക്ക് ഫാസ്റ്റ് അല്ലെങ്കിലും നോർമൽ ഫാസ്റ്റാണ്. നോച്ച് നമുക്ക് ഡിസ്പ്ലേ കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. സോ നമുക്ക് സെറ്റിങ്സിനുള്ളിൽ പോവുകയാണെങ്കിൽ സെറ്റിങ്സ് നോക്കാം. ഓക്കെ, ഇത് കളർ OS 5.2ലാണ്, ആൻഡ്രോയിഡ് 8.1.0ലാണ് വർക്ക് ചെയ്യുന്നത്. Qualcomm 660 octa-core പ്രോസസ്സർ, 64 GB നമുക്ക് കാണാം, 46.9 GB നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ നമുക്ക് അടുത്ത ക്യാമറ നോക്കാം. റൈറ്റ്, ക്യാമറ സാമ്പിൾ. ഓക്കെ, ബാക്ക് ക്യാമറ നമുക്ക് കാണാൻ നല്ല ഡീറ്റെയിൽ തന്നെ അവൈലബിൾ ആണ്. AI ക്യാമറ ആയതുകൊണ്ട് നല്ല കളർ കോൺട്രാസ്റ്റ്. ഫ്രണ്ട് ക്യാമറ എനിക്കൊരു നന്നായി തോന്നിയില്ല. സോ നമുക്ക് ക്യാമറേൻ്റെ ഫുൾ റിവ്യൂ നമുക്ക് അനദർ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. സോ ഇതിൻ്റെ OS എന്തായാലും നല്ല രീതിയിൽ ഫ്ലൂയിഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഡിസ്പ്ലേ നന്നായിട്ടുണ്ട്. ഓവറോൾ ഫോൺ ലുക്കിൽ ബെസ്റ്റാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ അൺബോക്സിങ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി വരും വീഡിയോസിൽ ഓപ്പോ റിയൽമീൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ നിങ്ങൾക്ക് വന്നിട്ട് ഇതിൻ്റെ കയ്യിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, ബാറ്ററി റിവ്യൂ, അതേമാതിരി റിയൽമി ന്യൂ ഈ ഫോണിൽ പുതിയതായിട്ടുള്ള എന്തൊക്കെ ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെ ഒരു സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. സോ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നന്ദി, നമസ്കാരം.